ആരെ സമയത്ത് വന്ന് വാതിൽ മുട്ടണേ. പോയി നോക്ക്. പിന്നെ എനിക്ക് നീ പോയി നോക്ക് ചേരും. എടി എന്റെ ഉറക്കം പോകും. പിന്നെ ഞാനെന്താ ഇവിടെ കിടന്ന് നാടൻ കളിക്കുന്നു. ഇവളോട് പറ പിന്നെ പോയി നോക്കിട്ടോ. പട്ടി എന്നാ പട്ടീനെ പറഞ്ഞോട് വേഗം ചെല്ല്. എടി പോടി ഒന്ന് എന്നിട്ട്. എനിക്ക് നീ പോ. എന്നാ പിന്നെ ആരും പോണ്ട, കിടന്ന് ഉറങ്ങ്. കൊട്ടണവര് മടുക്കുമ്പോ മുട്ട് വീണ് തുറക്കപ്പെടുന്ന ചാരു. അവളുമാരായിരിക്കും നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടിട്ട് ഇരിക്കുന്നത്. അവളുമാരായിരിക്കോ? ആ നല്ലത് കൊടുക്കണമല്ലോ. മാറി മുട്ട് നിന്നല്ലോ. നിന്നോ? എല്ലാരും ഉറങ്ങും. ഷർട്ട് ശരിയാക്കി കൊടുക്കണല്ലോ. നാളെ തൊട്ടാ ഡോർ അടക്കാണല്ലേ, പറിച്ചങ്ങ് ദൂരെ കളഞ്ഞേക്കണം. പിന്നെ മാഡം ഇത്രയും രാവിലെ ഇവിടെ? ഇത്രയും രാവിലെയോ? നോക്ക്, സമയം 9:30. 9:30? എന്തേ വല്ല പരിപാടി ഉണ്ടോ? അല്ല മാഡം, ഇത്രയും ലേറ്റായി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കണാണല്ലോ ആലോചിച്ചത്. ആണല്ലോ. അല്ല മാഡം ഇവിടെ വന്നെന്തിനായിരുന്നു? വന്നതേ നിങ്ങൾക്ക് കാലത്ത് തന്നെ വല്ല ബാത്റൂമോ പരിപാടിയൊക്കെ വേണമല്ലോ. ഈ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല, അത് റിപ്പയറാണ്. അയ്യോ, ആള് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ബാത്റൂം യൂസ് ചെയ്യാം. അത് പറയാൻ വന്നതാ. ആ കിടക്കുന്നവളോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. പറഞ്ഞേക്കാം മാഡം. എന്തായാലും അത്യാവശ്യം ഒന്നുമില്ല, വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്നേക്കാം. റിപ്പയർ ആയിട്ട് കുളിച്ചോളാം. പറഞ്ഞേക്ക് കേട്ടോ. ആരാ വന്നത്? ആരാ വന്നത്? അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കൂടെ കുളിക്കാൻ വന്നിട്ടോന്ന് ചോദിക്കാൻ വന്നത്. അയ്യേടി, അത് പറഞ്ഞപ്പോൾ ശുഷ്കാന്തി കണ്ടില്ലേ? എന്താ കാര്യം? എടി മാഡത്തിന്റെ റൂമിലും മാത്രമേ വെള്ളം വന്നുള്ളൂ, നമ്മുടെ ഈ ഇങ്ങോട്ടുള്ള കണക്ഷനൊക്കെ ബ്ലോക്ക്, അപ്പൊ പ്ലംബർ വന്നിട്ടെന്നൊക്കെയാ പറഞ്ഞത്. അതാണ്. നിനക്ക് കുളിക്കൊന്നും വേണ്ടല്ലേ? ഓ, അതൊന്നും കേസ് ബാധിക്കുന്നതേ ഇല്ല. പെണ്ണെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ചാരു, നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? അന്ന് അവര് പറഞ്ഞായിരുന്നല്ലോ കിച്ചണിലും അവരുടെ റൂമിലും ഒറ്റ കണക്ഷനാണ് പൈപ്പെന്ന്. ആണോ? എനിക്കത്ര ഓർമ്മയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ റൂമിലും അവളുമാരുടെ റൂമിലും വെള്ളമില്ല, കിച്ചണിലും അവരുടെ ബാത്റൂമിലും വെള്ളമുണ്ട്. അതിനർത്ഥം എന്താ? എന്തുവാ? കിച്ചണിൽ വരുന്നത് നല്ല വെള്ളമാണ്, അവരുടെ ബാത്റൂമിലുള്ളതും അപ്പൊ നല്ല വെള്ളം തന്നെ. നമ്മളെല്ലാം ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചോണം. ഇപ്പൊ നീ ഇതൊക്കെ കൂടി പറഞ്ഞു വന്നെ എന്തിനാ? ഈ അവസരം നമ്മൾ മുതലാക്കണം, അത് തന്നെ. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ നല്ല വെള്ളത്തിൽ കുളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തള്ളയ്ക്ക് നല്ല വെള്ളവും നമുക്ക് ക്ലോറിൻ വെള്ളവും. തള്ള എന്തായാലും കൊള്ളാം. ഞാൻ കുളിക്കണ്ടെന്നൊക്കെ വെച്ചിരിക്കുവായിരുന്നു. എന്നാ പിന്നെ കുളിച്ചാളല്ലേ. ഞാനും ഒരാഴ്ചയായി കുളിച്ചില്ല, പക്ഷെ ഇന്ന് ഞാൻ കുളിക്കും, നല്ല വിസ്തരിച്ച് തന്നെ കുളിക്കും. വെറുതെ ഒരു നാറ്റം. നമ്മൾ ടാങ്കിലെ വെള്ളം തീർക്കും. നോക്കടി, ആ വെള്ളത്തിൽ കുളിച്ചിട്ടേ എനിക്ക് നല്ല മാറ്റമില്ല. ഞാൻ ഒന്ന് വെളുത്തിട്ടില്ല. നിനക്ക് വല്ല തോന്നില്ലായിരിക്കും. നീ വല്ല പാലിൽ വല്ല കുളിച്ചിട്ടൊന്നും നിൽക്കുന്ന കണക്ക് എനിക്കൊന്നും തോന്നുന്നില്ല. ഇല്ല, എന്റെ മുടിയൊക്കെ നോക്കും നല്ല രസമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ലവളന്മാര് വരുന്നതിന് മുമ്പ് നമുക്ക് ആ വെള്ളം ഒന്ന് അടിച്ചു നിറച്ച് കുളിച്ച് തീർത്ത് വെക്കണം. അത് നീ വിഷമിക്കേണ്ട പോലെ, അത് ഞാൻ ഏറ്റിട്ടുണ്ട്. ഞാൻ ഒരു വിധത്തിലെ വെള്ളം തീർത്ത് വെച്ചിട്ടുണ്ട്. കുളിച്ച് അല്ല സ്റ്റെവി കുളിക്കാൻ പോവാണോ? അല്ലടി, കളിക്കാൻ പോരുന്നോ? അയ്യേ, ഞാൻ ചുമ്മാ പറഞ്ഞ. നീ ഇതിന് ഈ അടുത്ത് ചാടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അവളും ചുമ്മാ പറഞ്ഞ വിട്ട്. അല്ല മറ്റവളെന്തേ? ഏത് മറ്റുള്ള അവക്കൊരു പേരുണ്ട് കേട്ടാ. ചുമ്മാ കോർക്കാൻ എന്റെ ചാടിമാര് വെറുതെ ചൊറിയാൻ വേണ്ടി വരുവാ. അവള് ജസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചോളൂ. നിനക്ക് എന്തിനാ ഇത്രയും ദേഷ്യം വന്നത്? എന്റെ പൊന്നു, ഞാൻ ഒന്ന് ക്യാഷ്വലായിട്ട് പറഞ്ഞോളൂ. ടീനെ എവിടെ? അതെ, 3 പേർ കൂടെ കുളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ 2 പേർ കൂടെ ഒരുമിച്ച് കുളിക്കാൻ പറ്റിയിരിക്കും. അയ്യോ, 2 പേർ കൂടെ ഒരുമിച്ച് കുളിക്കാൻ മാത്രമല്ലേ, വേറെ പലതും പറ്റും. കാണണോ? ഓ, ഞങ്ങൾക്കൊന്നും കാണണ്ട. ഉണ്ടായിരിക്കും, ചുമ്മാ കിടന്ന് ചൊറിയല്ലേ. കുളിയും നനയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ കുളിക്കാൻ പോവാണോ? ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ടുള്ള ഷാമ്പു സോപ്പൊക്കെ ഉപയോഗിച്ചോളൂ. ഞങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എല്ലാം കൂടി ചേർന്ന് ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കിയേക്കരുത് കേട്ടോ. ഒരു താല്പര്യമില്ല മാഡം. ആണല്ലോ. ചെല്ലട്ടെ ഞങ്ങള്. ചെല്ല്. എന്തൊരു തൊട്ടിപ്പ്
പരിപാടിയാണ് നീ കാണിക്കുന്നത്? ആ പിള്ളേർ അവിടെ നിന്നപ്പോ എന്തിനാ കയറി ചൊറിയാൻ നിൽക്കണേ? എനിക്ക് അവളുമാരെ കാണുമ്പോൾ എന്താ അറിയില്ല, കാലിൽ ഇങ്ങനെ എരിച്ചു കയറും. ആ ശരിയാ, അതുകൊണ്ടുള്ള വേലി കിടക്കുന്ന പാമ്പിനെ കൂടി തലയിൽ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് നെഞ്ചും വിരിച്ച് നിന്ന് കൊടുക്കണം. വേലിപ്പാമ്പിനെ പാമ്പിനെ തലയിലല്ലോ, വേറെ എവിടെ കണ്ടല്ലേ വെക്കുന്നത്. എന്തായാലും മോള് പോയി കുളിക്കേ. ഒറ്റയ്ക്ക് കുളിക്കണ്ട, അവളുമാരെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വിളിച്ചാലോ? ഒരുമിച്ച് വിളിക്കാനേ നീ മറ്റേ ഗുണ്ടുവിനെ നോക്കിയാൽ മതി കേട്ടല്ല, രണ്ടും കൂടി തേച്ചൊരച്ച് ഒരുമിച്ച് അവളോട് കുളിച്ചാൽ എനിക്കൊരു മൂഡ് തോന്നില്ല. ചാരുവിന്റെ കൂടെ കൂടുതൽ മൂടങ്ങ് പിടിക്കണം, അതിന് മൂടിന്റെ അതെ, ഞാനൊരു ഫാക്ട് പറയാം. പുള്ളിക്കാരത്തി പറഞ്ഞത് വെള്ളം കുറവാണ്. രണ്ടുപേരുടെ കുളിച്ച് അരബക്കറ്റ് വെള്ളത്തിൽ കാര്യം തരും. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കുളിച്ചിട്ട് ഒരു കൈ നോക്കണോ? വേഗം നീങ്ങി വരണം. ഞാൻ വന്നോളാം. 2 കപ്പ് വെള്ളം. എടി ശ്രുതി, അടുത്ത ഞാനാട്ടോ കുളിക്കുന്നത്. എങ്ങോട്ട്? എടി എനിക്ക് രണ്ടിനും പോണം. എമർജൻസിയോ? എമർജൻസി ആണോ? സീരിയസ് ആണോ? ആടി, ഞാൻ പറമ്പിലെങ്ങാനും പോകും. ഒരു പെണ്ണ ഒന്ന് പ്ലീസ്. എടി അതാകുമ്പോ 1 കപ്പ് വെള്ളത്തിൽ പരിപാടി തീരും. അവൾക്ക് കഴിയോ? ഇല്ല, കഴിയത്തില്ല, ബുദ്ധിമുട്ടാ. കഴിഞ്ഞാലും ഞാൻ ആദ്യം കയറും. പൊന്ന സ്റ്റെഫി അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പറമ്പിലെങ്ങാനും പോകും. ആ പെണ്ണിനെ കൂടെ വിളിച്ചൊരു എന്റർടൈൻമെന്റ് ആവും. 2 പേരുടെ കഥയൊക്കെ പറഞ്ഞ അവിടെ ഇരുന്ന് പെട്ടെന്ന് കുളിച്ചു വരുമോ? അതെ, അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണം. വേറെ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്. ചെറിയ എമർജൻസി ഉണ്ട്. അയ്യോ, പാടുപെടും. ഞാൻ കുറച്ച് പഞ്ഞിയെല്ലാം എടുത്തോണ്ട് വരാം. നല്ല പിടിച്ചിരിക്കാം, കുഴപ്പമില്ല. നോക്കി വെക്കാനാ. അതെ, ആളുമാരെല്ലാം നിന്റെ അടുത്ത് ചൊറിഞ്ഞാ? ഇല്ല ഇല്ലേ? ഞാൻ എന്നപ്പോ എന്നെ ചൊറിഞ്ഞടിയെന്ന്. ഞാൻ കയറി മാന്തി കൊടുത്തു. ഞാൻ ചിലപ്പം എന്നെ പേടിച്ചിട്ടായിരിക്കും. ആര് തമ്മിലോട്ടേക്ക് അത്ര പിടിച്ചില്ല. എന്നിട്ട് ഇപ്പോഴും ആ ഒരു മമത ഉണ്ടെന്ന് തോന്നുന്നു അവളുമാരുടെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേക്കണ്ട കേക്കണ്ട, വരും. ഒരു പ്രത്യേക സുഖമല്ലേ? എന്ന് നമ്മൾ ആ ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുന്ന ഒരു ഫീലില്ലല്ലോ. എന്നെ കുളിയായിരുന്നു നീ. ഈ സുഖം പറഞ്ഞു പറഞ്ഞ് കുളിയുടെ ഇതാണ് കൂടിയത്. പിന്നെ ആണ്ടിലെ സംക്രാന്തിക്കാണ് ഇങ്ങനെ ഒരു ലോട്ടറി അടിക്കുക. അപ്പൊ അതങ്ങ് നമ്മൾ മുതലാക്കണം. എടി ചാരു, നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? അവിടെ നിരത്തി വെച്ചിരിക്കുന്ന മിൾട്ടി കടലമാവ് അത് മാത്രമേ നീ കണ്ടുള്ളൂ. ഇനി മറ്റേ വലിയ ബ്രാൻഡ് ഉണ്ടല്ലോ പിള്ളേരെ യൂസ് ചെയ്യണ സെബാമെഡ്. ഈ പിള്ളേരെ യൂസ് ചെയ്യണ ക്രീമൊക്കെ അവരെന്തിനാ തേക്കണത്? വെറുതെ ഇവരെ സ്കിൻ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചത് വല്ല എണ്ണയോ കുഴമ്പോ ഒക്കെ ഉണ്ടാവും അതിനകത്ത്. നമ്മളെ കടത്തി വിട്ടുമല്ലോ. ചുമ്മാ ഈ ഹോസ്റ്റൽ പൈസ എല്ലാം കൂടെ എടുത്തിട്ട് ഇവർ എന്തെടുക്കുന്ന ഇപ്പഴാണ് എനിക്ക് അതിന് ഉത്തരം കിട്ടിയത്. മതി, അവരെ തുമ്മി കൊല്ലണ്ട. ആ പറഞ്ഞ തടിച്ചില്ലേ നമ്മുടെ അവളെന്നെ കുളിയാണ് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. മിക്കാറിട്ട് എനിക്ക് തോന്നുന്നു അവക്ക് അതിനകത്ത് അടിച്ചു മറ്റേ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത്? അവരുടെ തെറ്റുമല്ലേ? നിങ്ങൾ പറഞ്ഞ ശരിയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ? പറയട്ടെ, കളിയൊക്കെ ചിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് അവൾ വന്നിട്ട് നിങ്ങൾ ഒന്നല്ല പറ. അല്ല, നല്ല ഫ്രഷ് ആയെന്ന് പറ. അപ്പൊ വെള്ളത്തിന്റെ മഹാൻ ഇപ്പഴല്ലേ മനസ്സിലായത്. സത്യം പറയടി, ഞാൻ ടാങ്കിലെ വെള്ളം പറ്റിച്ചില്ലേ? ഞാൻ കുറച്ച് വെള്ളം എടുത്തുള്ളൂ, നിങ്ങൾ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ടാവുമല്ലോ. ആണ്ടിലൊരിക്കലേ വീണ് കിട്ടിയ ചാൻസ് അല്ലേ ഇവള് ബാക്കി കുടിച്ചും കൂടി തീർത്ത്. എനിക്കൊക്കെ ട്രോളാണല്ലേ? ആ പെണ്ണുപിള്ള വന്ന് മിക്കാറ് ഇടി ഉണ്ടാക്കും വെള്ളം തീർന്നെന്നും പറഞ്ഞു. അത് ഉറപ്പല്ലേ? 3 പേരുടെ കൂടി നല്ല പോലെ വെള്ളം തീർന്നു. ലാസ്റ്റ് കുളിച്ച നീയാണ് നിന്റെ തലക്കിരിക്കും. പറഞ്ഞത് കാര്യമല്ലേ? ഈശ്വരൻ ഇന്ന് എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ ആവോ. ഞാൻ പക്ഷെ തല പോലും കുളിച്ചില്ല, ആകെ മേല് മാത്രമേ കുളിച്ചിട്ടു. അല്ലെങ്കിൽ നാറ്റം മാറിയിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും നമുക്ക് അവിടെ തന്നെ കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സുഖമായിരുന്നു. എന്നാ പിന്നെ പുറകിലൊരു വാതിൽ വെക്കാം. നിന്റെ അന്ന് കേട്ടാ ഈശ്വര, ഇതത് തന്നെ ആ വിളിയുടെ കട്ടിയുണ്ട്. ഇവര് പ്ലംബർ എങ്ങാണ്ട് വിളിക്കാൻ പോയതല്ലേ? പ്ലംബർ കുന്തോണ്. ഇത് ഇവള് വെള്ളം പറ്റിച്ചിട്ടുള്ള വിളി തന്നെ. വെള്ളം പറ്റി മോട്ടർ അടിച്ചപ്പോ വരും. പിന്നെയും എന്തൊപ്പിച്ചു വന്നത്? നിക്കേ, ധൈര്യം സംഭരിക്കട്ടെ. എന്നെ കൂടെ പേടിപ്പിക്കില്ലേ? നീ മുന്നേ നടക്ക്. എടി ഇതത് തന്നെ, ഇവള് കുളിച്ച് വെള്ളം മൊത്തം വറ്റിച്ച്. ആ കറക്റ്റാ. ഓരോരുത്തരും എത്ര അളവ് വെള്ളം എടുത്തെന്ന് അറിയാനായിരിക്കും ചോദിക്കണം. ദൈവമേ, ഞാൻ എന്തേ കുളിച്ചിട്ടില്ലെന്ന് ഒരു പറച്ചിൽ പറയൂ കേട്ടോ. ആഹാ, എന്നാ ഞാൻ അപ്പേ ഇട്ടിട്ടില്ല എന്ന് പറയും. കാര്യം എന്താ പറയാ, ചുമ്മാ തർക്കിച്ച് കയറുമ്പോ. ആ 3 പേരും ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മാഡം? തെറ്റ് ആർക്കും പറ്റും. അത് തിരുത്താനുള്ള ഒരു അവസരമാണ് ഞാൻ തരാൻ പോകുന്നത്. ഇത് കറക്റ്റ് അവള് ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് അടിച്ചിട്ടുണ്ടാവില്ല. എന്തായിരിക്കും മാഡം? പറയൂ മാഡം.
പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാപിച്ചു പോയി. അതുകൊണ്ടാണ് അതിനെത്തിയിട്ടൊക്കെ അതൊക്കെ പോലീസ് എടുക്കും. എന്തേ ഒന്നുമില്ല മാഡം. അല്ല മാഡം കാര്യം എന്താന്ന് പറഞ്ഞില്ല. എൻ്റെ 5 പവന്റെ മാല കാണാതായിരിക്കുക. ആ രാവിലെ ഞാൻ ബാത്റൂമിൽ എപ്പോഴും കുളിക്കാൻ പോകുന്നത് പോലെ പോയി. അവിടെ കണ്ണാടിക്ക് താഴെ വെച്ചിട്ട് മറന്നുപോയി. പുറത്ത് പോകാൻ നേരത്തെ ദസാരിക്ക് പറ്റിയൊരു മാല എടുത്തിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ചെന്ന് നോക്കിയപ്പോൾ സാധനം കാണാനില്ല. മാഡം പോയ ശേഷമാണ് സാധനം പോയെങ്കിൽ ഇവരായിരിക്കും മാഡം എടുത്തത്. ഞങ്ങൾ അതിക്ക് മുമ്പേ കുളിച്ചതല്ലേ. അതെങ്ങനെയാ? ഞാൻ കാലത്ത് കുളിച്ചിട്ട് പോയതാണല്ലോ. അതിനുശേഷം നീയല്ലേ കുളിച്ചത്? അപ്പൊ പിന്നെ അവരെ മാത്രം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല അപ്പൊ ആദ്യം കുളിച്ചവരെ തന്നെ സംശയിക്കണം മാഡം. സത്യം. അതെ അതെ മാഡം ഞങ്ങൾ കുറെ കാലമായി മാഡം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നം മാഡത്തിനോട് വന്നിട്ടില്ല. ഇപ്പൊ താമസിക്കാൻ വന്ന ഈ 3 നടത്തിനെ മാഡം നോക്കിയത് അവരായിരിക്കും മാഡം മാല എടുത്തിട്ടുണ്ടാവുക. ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് മാഡം. ഇത്ര നാള് ആ വെള്ളം തീരാനും കറക്റ്റ് മാഡത്തിന് പുറത്തു പോകാനൊന്നും ഒരു അവസരം കിട്ടിയില്ല. തക്ക അവസരം കിട്ടി. അപ്പൊ നീയൊക്കെ കൂടി അങ്ങോട്ട് അനാവശ്യം പറയല്ലേ? നിങ്ങൾ 3 നടക്ക് എടുത്തിട്ടുണ്ടാവും. നിർത്ത്. ആരായാലും ശരി 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് തരികയാണ്. എടുത്തവരവിടെ കൊണ്ട് വെച്ചേക്കുക. അല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്യുന്നത് ആരായിരിക്കും എന്നറിയാ? SI കലിപ്പനുണ്ണി. അത് നിങ്ങൾ ഓർത്തോളൂ. മനസ്സിലായില്ല? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കൊറേ നേരം ആയല്ലോ. എന്താണ് ഈ ആലോചിച്ചു കൂട്ടണ? എടി ഞാൻ ഇങ്ങനെ രാവിലെ ഇവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ റീകളക്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്ത് കാര്യം? ആദ്യം മാഡം കുളിക്കാൻ പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നീ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. അതിനുശേഷം ആ 3 കുളിക്കാൻ വന്നത്. അപ്പം ഞാൻ കുളിച്ചിറങ്ങിയപ്പം ആ സംഭവം അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ കണ്ടിട്ടില്ല. നീ എന്താണ് ഇപ്പൊ പറഞ്ഞാലെന്താ? അല്ലെ ഞാനായിരിക്കും എടുത്തത്. എടി അങ്ങനല്ല. പിന്നെ എങ്ങാനും നീ കുളിക്കുന്ന സമയത്ത് കൈ എങ്ങാനും തട്ടി ക്ലോസറ്റിൽ പോയെങ്കിലോ? തട്ടിപ്പോനാ നിനക്കും പോവാലോ തട്ടിട്ട്. എന്റെ മാത്രമല്ലല്ലോ കൈയോടെ ഇരിക്കുന്നത്. എടി സത്യം ഞാനത് കണ്ടിട്ട് പോലും അവിടെ ഇരിക്കുന്നത്. ഞാൻ അടുത്തെന്നാണ് നീ പറയുന്നേ. ഞാനൊരു കാര്യം പറയട്ടാ. ഇപ്പം നമ്മളെല്ലാവരും ഒരു മനുഷ്യരാണ്. ആർക്ക് വേണോ എന്ത് വേണോ സംഭവിക്കാം. എനിക്കും അങ്ങനെ സംഭവിക്കാം. എങ്ങാനും നിന്റെ അബദ്ധത്തില് നീ എന്താ പറഞ്ഞു വരുന്നേ? ഇത് എന്റെ ഇലയെ കൊണ്ടിടാനാണോ നിന്റെ ഭാവം? ഞാൻ മാത്രമാണ് അവിടെ ഉള്ളത്. അവൾമാരെടുക്കാലോ. എനിക്ക് ടീനന് നല്ല സംശയം ഉണ്ട്. എന്തായാലും അവൾമാരായിരിക്കുള്ളൂ. എടി ആദ്യം കുളിക്കാൻ കരുത് നീയാണോ? അതിനുശേഷമാണ് ഞങ്ങൾ 4 പേര് കുളിക്കാൻ വന്നത്. ശരിയാ, ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. പക്ഷെ ഇത്രയും വലിയ മോഷണം എന്നെ കൊണ്ട് പറ്റൂലേ. 5 പവന്റെ മാല എന്നൊക്കെ പറഞ്ഞ എന്തുവാടേ? എടി നീ ആടി ആദ്യം കുളിക്കാൻ കയറിയത്. നമ്മൾ ആരുമല്ല. നീ തന്നെ പറയണം. ഇതെങ്ങനെയാലും കണ്ടുപിടിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ടെൻഷനും ആവുക. പോലീസ് അങ്ങനെ വന്നിട്ടല്ല പെട്ടു പോകുമ്പോൾ ഞാൻ കാര്യമായിട്ട് പറയുക. ഞാൻ മാത്രമല്ല, എല്ലാരും വിടും. പോലീസ് വരട്ടെ എന്നാ പിന്നെ. പൊന്നെ പറയട്ടെ, നീ ഏതർത്ഥത്തില ഇങ്ങനെ സംസാരിക്കണേ? എടി അവള് നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. വെടിച്ചോര് ഏത് അർത്ഥത്തിലാണെങ്കിലും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചും ഉണ്ടു ഉറങ്ങിയൊക്കെ നിൽക്കുന്ന ഫ്രണ്ട്സ് അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അപ്പൊ നീ എന്നെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ശരി, നിന്നെ പറഞ്ഞ കഴിഞ്ഞ ദിവസമല്ലേ നീ പറഞ്ഞത് എവിടെന്നെങ്കിലും കട്ടിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കണമെന്നു. അതുകൊണ്ട് പറഞ്ഞതാ. തൽക്കാലം 2 പേരും വായ അടച്ചു വെക്കും. ഇനി ഇത് കേട്ടിട്ട് അവര് പറയും നമ്മൾ തന്നെ കട്ടയും. പിന്നെ ഇവളെന്ത് മറ്റടുത്ത വർത്താനാ പറയണ ചാരു? അപ്പൊ നീ പറഞ്ഞതാ? എടി ഞാൻ അടിച്ചു മാറ്റുള്ള അന്തസ്സായിട്ട് അടിച്ചു മാറ്റും. അത് നിങ്ങളോടൊന്നും പറയാണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല എനിക്ക്, കേട്ടല്ലോ. അത് തന്നെ. അവള് നല്ല തറവാടി പെടുന്ന കള്ളിയാ. അത് തന്നെ ഞാൻ പറഞ്ഞ കറക്റ്റാ. നീ കള്ളിയോടി. അതൊക്കെ വിട്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവോ? എന്ത് ഐഡിയ? ഇത് സംഗതി സാധനം പൊക്കിയത് അവളുമാര് തന്നെയാ. നിനക്ക് മനസ്സിലായി? എടി ആ ദിവ്യക്ക് നല്ല കളലക്ഷണം ഉണ്ടായിരുന്നു. ആണോ? എനിക്ക് തോന്നിയില്ലല്ലോ. എടി മാഡം ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് നീ അവളുടെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നോ? റൈറ്റ് സൈഡിൽ താഴേക്ക് പോയി. മനസ്സിലായില്ല. അതിനർത്ഥം എന്തുവാ? അവള് കള്ളം പറഞ്ഞു. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലെ റീല് കണ്ടായിരുന്നു. ഒലക്ക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കുളിക്കാൻ പോയപ്പോ ആ ഒരു സംഭവം അവിടെ കണ്ണിപ്പെട്ടായിരുന്നോ? എടില്ലടി, ഞാൻ സത്യം പറയല്ല. ഞാൻ അവിടെ ഒരു മാല പോയിട്ട് ഒന്നിരിക്കണം.
ഞാനും കണ്ടില്ല. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇത്രയും കാലമായിട്ട് അവളുമാർ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? നമ്മളെ കൊടുക്കുക. അതന്നെ കാരണം. എന്താ വെച്ചാൽ നമ്മുടെ ബാഗിനകത്ത് അത് മാല അവളുമാര് കൊണ്ടുവച്ചിട്ട് പോലീസോ മേടോ വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മള് കള്ളികളാവോ? പിന്നെ നമ്മൾ അടുത്ത ഹോസ്റ്റലിൽ തപ്പി പോണ്ടി വന്നേനെ. എടീ, ഇനി നമ്മുടെ ഡ്രസ്സിലെ ബാഗിലെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എനിക്കിനി ഹോസ്റ്റലിൽ മിക്കവാറും ഇല്ലാതെ വന്ന ചവർ മാത്രമേ ഉള്ളൂ. ആ നിങ്ങളെ തന്നെ നിങ്ങൾ തേടുന്നത്. വാ നമുക്ക് തപ്പാം. എന്തിനാ? എടി മാല തപ്പിയെടുത്ത് കൊടുക്കണോന്ന്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. നീയൊക്കെ എവിടെ വെച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാരിയൊക്കെ എടുത്ത് തന്നു. ഇങ്ങോട്ട് നമ്പർ ഇറക്കാൻ പറയല്ലേ വെറുതെ. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. മോനെ ഇവിടെ ചെടുക്കടി. എടി 3 കള്ളികളി നോക്കിയാൽ മരക്ക് മാല തപ്പിയെടുക്ക്. നിങ്ങളോടൊന്നേ ഇങ്ങനെയൊരു യാതൊരു കാര്യമില്ല. അതെ, രണ്ടിനെ കണ്ടാലറിയാം പഠിച്ച കളികളാണ്. എന്താ ഇത് ബഹള? ഇത് നിങ്ങളെ വീടാന്ന് കരുതിയോ? എല്ലാരും അവരവരുടെ റൂമിലോട്ട് പോയേ. മാഡം, അത് പിന്നെ ഇവരാ മാഡത്തിന്റെ മാല എടുത്ത ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ വാങ്ങിച്ചു തരാം മാഡം. ഞങ്ങളല്ലേ മാഡം, ഇവരാണ് മാഡം. ഇവരാണ് മാഡം മാല എടുത്തത്. അയ്യോ, ഒന്ന് നിർത്തേ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനത് പറയാനാ വന്നത്. മാല കിട്ടി. ഞാനത് എന്റെ അളുമാരിയിൽ തന്നെ വെച്ചിട്ടായിരുന്നു പോയത്. ഇപ്പൊ ഞാൻ വന്നത് കണ്ടെത്തി. അത് പറയാനല്ലേ ഞാൻ ഇവിടെ വരുന്നത്. അപ്പോഴാണല്ലോ ഇവിടെ ഇങ്ങനെ ബഹളം. ഓ, എല്ലാം പോയേ. അവരുടെ റൂമിലോട്ട് പോയേ. ചെല്. ഓ, എന്താ ഇത്? സോറി, മൂക്കിന്ന് ബ്ലഡ് പറഞ്ഞു. സോറി അല്ലേ. തള്ള കൊടുക്കുന്നുണ്ട്.